കാസർഗോഡ് സ്കൂളിൽ സെന്റ് ഓഫിന് വിദ്യാർത്ഥികളുടെ വക കഞ്ചാവ് പാർട്ടി. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ കളനാട് സ്വദേശി കെ സമീർ പിടിയിലായിരിക്കുകയാണ്. പോലീസ് പരിശോധനയിൽ വിദ്യാർത്ഥികളിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് പി കെ ചേരുന്നു. സരീഷ്, അവിശ്വസനീയമായ വാർത്തകളാണ് വിദ്യാലയങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ കഞ്ചാവ് പാർട്ടി നടത്തി എന്നുള്ള വിവരം കാസർഗോഡ് സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നു. ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വിശദീകരണങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ? 2 ദിവസം മുൻപാണ് കാസർഗോഡ് നഗരത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ SLC ബാച്ച് സെന്റ് ഓഫ് പാർട്ടി നടത്തിയത്. ആ സെന്റ് ഓഫ് പാർട്ടിക്കിടെയാണ് ഈ കഞ്ചാവ് പാർട്ടിയായി ആ സെന്റ് ഓഫ് പാർട്ടി മാറുന്നൊരു സാഹചര്യം ഉണ്ടായത്. സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയും ഇന്നലെ വൈകുന്നേരം ഈ പാർട്ടിയിൽ ഉൾപ്പെട്ട 4 വിദ്യാർത്ഥികളെ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. ആ 4 വിദ്യാർത്ഥികളിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കളനാട് സ്വദേശിയായ കെ സമീറാണ് ഇവർക്ക് സ്കൂളിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയത് എന്ന കാര്യം സ്ഥിരീകരിച്ചത്. പിന്നീട് കുട്ടികളെ രക്ഷിതാക്കളുടെ കൂടെ പറഞ്ഞുവിട്ടു. ഈ സമീറിനായുള്ള തിരച്ചിൽ വ്യാപകമാക്കി. അതിനിടയിൽ ഈ സമീറിനെ കാസർഗോഡ് നഗരത്തിൽ നിന്നും SI ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും SIയെ മർദ്ദിക്കുകയും പിന്നീട് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. എന്തായാലും മറ്റ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇയാൾ കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. പക്ഷേ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ കാര്യത്തിലൊരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തുകയും അധ്യാപകരിൽ നിന്നും അതോടൊപ്പം തന്നെ PTA ഭാരവാഹികളിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കെതിരെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ ശ്രദ്ധ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് വേണം. കൂടുതൽ കുട്ടികൾ കരിയർമാരാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ കേന്ദ്രീകരിച്ച് എക്സൈസിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പരിശോധനയും ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന അധ്യയന വർഷത്തിലും കൃത്യമായ നിരീക്ഷണം ഈ സ്കൂൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ നഗരത്തിലെ മറ്റ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഉണ്ടാകണം എന്നുകൂടിയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സരീഷ് പി കെ ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.